എന്നും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന SFIയുടെ മുൻ നേതാവായിരുന്നു ആർഷോ. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ എന്നും തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ പാർട്ടിക്കുള്ളിലും പുറത്തും എല്ലാ സ്വന്തം പാർട്ടി പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ പൊതുജനത്തിനും വലിയ രീതിയിൽ ശല്യമുണ്ടാക്കുന്ന എന്നും സംഘർഷങ്ങളിൽ ഏർപ്പെടുന്ന ഒരു യുവ നേതാവാണ്. SFIയിൽ എന്നും സംഘർഷമാണ് അദ്ദേഹത്തിന്റെ പേരിൽ. അദ്ദേഹത്തിന്റെ പേരിൽ നിലവിൽ 30-ലധികം കേസുകളുണ്ട്. അതോടൊപ്പം തന്നെ CPIയുടെ യുവജന വിഭാഗം AISFുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു വനിതാ നേതാവിനോട് നിനക്ക് തന്തയില്ലാത്ത കൊച്ചിനെ ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞ ആർഷോ അന്ന് തന്നെ പലരും ആഗ്രഹിച്ചതായിരുന്നു ആർഷോയ്ക്ക് ആരെങ്കിലും 2 തല്ല് കൊടുക്കണമെന്ന്. അപ്പോൾ അതെന്തായാലും ഇന്നലെ നടന്നിട്ടുണ്ട്. മനോരമ സംഘടിപ്പിച്ച ഒരു സമ്മേളനത്തിലാണ്, ഒരു ഡിബേറ്റിലാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ സംഘർഷമുണ്ടാകുകയും പാലക്കാട് നിന്നുള്ള BJPയുടെ ജില്ലാ പ്രസിഡന്റും ആർഷവും തമ്മിൽ വാക്കുതർക്കം പിന്നീട് സംഘർഷത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് വലിയ വിവാദങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നത്. ആ ചർച്ചയിലെ ആ ചെറിയൊരു സംഘർഷം ഇന്ന് പാലക്കാട് ഒരു രാഷ്ട്രീയ വിഷയമായി മാറിയിട്ടുണ്ട്. അത് CPM ഏറ്റെടുത്തു. അവിടുത്തെ ജില്ലാ പ്രസിഡന്റ് ഗുണ്ടായിസമാണ് കാണിച്ചതെന്ന് പറയുമ്പോൾ ആദ്യം പ്രശ്നമുണ്ടാക്കിയത് ആർഷോ എന്നാണ് അവിടെ നിന്നുള്ള മുതിർന്ന BJP നേതാവായ കൃഷ്ണദാസ് പറയുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ തുടക്കമായ വെല്ലുവിളിയാണ്. പാലക്കാട് നഗരസഭയുമായി ബന്ധപ്പെട്ട് 10 സീറ്റെങ്കിലും CPMന് പിടിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ആ വിവാദമാണ് അവസാന സംഘർഷത്തിലേക്ക് പോകുന്നത്. ഒരു കാലത്ത് പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്നു. ആ ശക്തി കേന്ദ്രത്തിലാണ് തുടർച്ചയായി തന്നെ ഗുണ്ടായുസവും കണ്ണൂർ രാഷ്ട്രീയം ചൂണ്ടിക്കാട്ടി അവർ നിരന്തരം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും അവസാന ഘട്ടത്തിൽ ജനങ്ങൾ അവരെ തൂർത്തെറിയുകയും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ 2015 ആയാലും 2020 ആയാലും BJP തങ്ങളുടെ സീറ്റുകൾ വർദ്ധിപ്പിച്ച് അവിടെ അധികാരത്തിലിരിക്കുകയാണ്. വരുന്ന ഈ നഗരസഭാ തെരഞ്ഞെടുപ്പിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ തന്നെ BJP തയ്യാറെടുക്കുന്നുണ്ട്. അതിന്റെ ഒരു അനുകൂല സാഹചര്യവുമുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആ പ്രദേശങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ആ MLA തെരഞ്ഞെടുത്തതിന് പിന്നാലെ തന്നെ അദ്ദേഹം പീഡന കേസിൽ കേസ് അദ്ദേഹത്തിന്റെ പേരിൽ വരികയും ചെയ്തു. പീഡന കേസുകളും അത്ര ആരോപണങ്ങൾ ഉണ്ടാവുകയും അദ്ദേഹം 1 മാസത്തിലധികം സ്വന്തം മണ്ഡലത്തിൽ കയറാതെ വീട്ടിലെ മുറിയിൽ അടച്ചിരുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇപ്പോൾ പോലും അദ്ദേഹത്തെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയാണെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാകും. പൊതുപരിപാടികളിൽ പൊതുവെ പങ്കെടുപ്പിക്കാറില്ല, കോൺഗ്രസിന്റെ യോഗങ്ങളിൽ പങ്കെടുപ്പിക്കാറില്ല. ഏതെങ്കിലും യോഗങ്ങളിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് വാർത്തയാണ്. ഒരു കോൺഗ്രസ് നേതാവ് കോൺഗ്രസിന്റെ യോഗങ്ങളിൽ പങ്കെടുത്താൽ വാർത്തയാകും. കാരണം അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ്, അവിടുത്തെ MLA പുറത്താക്കിയിരിക്കുന്നു. അല്ലാതെ ഈ വിവാദങ്ങളൊന്നും ഇല്ലാതിരുന്നെങ്കിൽ അവിടെ കൃത്യമായി തന്നെ BJPക്ക് വലിയ രീതിയിൽ മത്സരം നേരിടേണ്ടി വന്നനെ. BJPയും കോൺഗ്രസും തമ്മിലുള്ള വലിയ പോരാട്ടമായി അവിടുത്തെ തെരഞ്ഞെടുപ്പ് മാറുമായിരുന്നു. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ കേസിന് പിന്നാലെ തന്നെ കോൺഗ്രസ് അവിടെ പൂർണ്ണമായി തന്നെ ഇല്ലാതായിരിക്കുന്നു. സംഘടനാ സംവിധാനമില്ല. അവിടെ രാഹുലിന്റെ കരുത്തിലായിരുന്നു കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞതെങ്കിൽ ഇപ്പോൾ ഈ രാഹുലിനെയും കൊണ്ട് എങ്ങനെയാണ് വീടിനുള്ളിൽ പോയി വോട്ട് ചോദിക്കുക? വനിതാ സ്ഥാനാർത്ഥികൾക്ക് ഇദ്ദേഹത്തെയും കൊണ്ട് വോട്ട് ചോദിച്ച് വീട്ടിൽ കയറാൻ കഴിയുമോ? ഈ രാഹുലിനെ കാണുമ്പോൾ തന്നെ സ്ത്രീകൾ ഇറങ്ങി ഓടില്ലേ? ആ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം എന്തായാലും പാലക്കാട് കോൺഗ്രസിനെ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. CPMനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ 7 സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. അവരോട് പ്രശാന്ത് ശിവന്റെ വെല്ലുവിളിയായിരുന്നു നിങ്ങൾക്ക് 10 സീറ്റുകൾ നേടാൻ കഴിയുമോ എന്നുള്ളത്. അപ്പോൾ 10 സീറ്റുകൾ പോലും നേടാൻ കഴിയാത്ത രീതിയിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി മാറിയിരിക്കുകയാണ്. എന്തായാലും ആർഷോയെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് പോയി ചീഞ്ഞു നാറിയിരിക്കുകയാണ്. കിട്ടേണ്ടത് കിട്ടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ സ്വന്തം പാർട്ടിയിൽ പോലും ഈ CPMക്കാർ പോലും CPIക്കാർ പോലും എന്തായാലും പ്രശാന്ത് ശിവന് അനുകൂലമായി സംസാരിക്കുകയാണ്. ഇദ്ദേഹത്തിന് കിട്ടേണ്ടതാണ്. പോലീസുകാരുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, അന്ന് ഗവർണറിന്റെ ആ സമയത്ത് ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട് വിവിധ ഇടങ്ങളിൽ ഈ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ, സമരങ്ങൾ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹത്തെ ആർഷോ മകനെ എന്ന് വിളിച്ച് പോലീസ് ഇദ്ദേഹത്തെ താലോലിക്കുന്നത് കണ്ടു. അങ്ങനെ താലോലിക്കാൻ എന്തായാലും ഇദ്ദേഹത്തിന്റെ ഗുണ്ടായുസവും വിവാദ പരാമർശങ്ങൾക്ക് മുന്നിൽ ഇദ്ദേഹത്തെ താലോലിക്കാൻ എന്തായാലും പ്രശാന്ത് ശിവൻ തയ്യാറായില്ല. മറ്റൊരു രീതിയിലാണ് അദ്ദേഹത്തെ താലോലിച്ചിരിക്കുന്നത്. അത്
ഇദ്ദേഹത്തിന് ആവശ്യമാണ് എന്ന രീതിയിൽ ചർച്ചയുണ്ടാകുന്നു. പക്ഷേ ഇപ്പോൾ CPM-ന്റെ ഭാഗത്തു നിന്നും വരുന്ന ഒരു വിമർശനം അത് ഗുണ്ടായിസം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ സൈബർ പോരാളികൾ അടക്കമുള്ളവർ പറയുന്നത് ആശയത്തെ ആശയം കൊണ്ട് നേരിടണമെന്നാണ്. ഇത് പറയുന്നത് ആരാണ്? CPM ആണ്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റു പാർട്ടികളെ, കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും മറ്റൊരു പാർട്ടികളെയും പ്രവർത്തിക്കാൻ അനുവദിക്കാതെ, അവരുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് അവരുടെ പോസ്റ്ററുകൾ ഒട്ടിക്കാൻ അനുവദിക്കില്ല, ചുവരെഴുത്തുകൾ അനുവദിക്കില്ല, എന്തിനു പറയുന്നു, മത്സരിക്കാൻ പോലും, ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഒരു പൗരന്റെ അവകാശത്തിന് പോലും വിള്ളൽ വരുത്തുന്ന രീതിയിൽ ആരെങ്കിലും അവിടെ മത്സരിക്കാൻ തയ്യാറായാൽ അവനെ മർദ്ദിക്കും, ഭീഷണിപ്പെടുത്തും, അവനെ ഒറ്റപ്പെടുത്തും. അതാണ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയം. അപ്പോൾ CPM ആശയത്തെ ആശയം കൊണ്ടാണോ നേരിടുന്നത്? കാരണം തങ്ങളുടെ പാർട്ടി ഗ്രാമത്തിൽ മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഒരാൾ മത്സരിക്കട്ടെ, മത്സരിച്ച് തോൽക്കുമ്പോൾ തങ്ങളുടെ കരുത്ത് ജനങ്ങളെ അറിയിക്കാമെന്ന ചിന്തയില്ല, മറിച്ച് ഭീഷണിപ്പെടുത്തി അവനെ പൂർണ്ണമായി തന്നെ അവിടെ നിന്ന് ഒഴിവാക്കുകയാണ്. ഒരാളും മത്സരിക്കാൻ പാടില്ല. കഴിഞ്ഞ കാലം മാറിയെന്ന് നാം പറയുമ്പോഴും കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും. കണ്ണൂരിലെ പല പാർട്ടി ഗ്രാമങ്ങളിലെ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും എതിർ സ്ഥാനാർത്ഥികൾ പോലുമില്ല. എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തത് എന്താണ്? ഈ ഭീഷണിയാണ്. അവരെ പേടിച്ചിട്ടാണ്. CPM-ന്റെ ഈ ഫാസിസ്റ്റ് രീതിയെ ഭയപ്പെട്ടിട്ടാണ് അവർ മത്സരിക്കാത്തത്. അങ്ങനെയുള്ള ഒരു നേതാവും അവരുടെ പരിവാരങ്ങളുമാണ് പറയുന്നത് ആശയത്തെ ആശയം കൊണ്ട് നേരിടണമെന്ന്. പക്ഷെ ഈ പാർട്ടിക്കാർ അങ്ങനെ പറയുമ്പോൾ പഴയ പാർട്ടിക്കാരുണ്ട്. നവമാധ്യമങ്ങളിൽ പാർട്ടിക്കാരായി വളർന്നു വന്ന ആകാശ് തില്ലങ്കേരിയും അതോടൊപ്പം തന്നെ അർജുൻ ആയങ്കി വരെ ഇപ്പോൾ CPM-ന് വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ആർഷോയ്ക്ക് നല്ല രീതിയിൽ മർദ്ദനമേറ്റപ്പോൾ അർജുൻ ആയങ്കി പറയുകയാണ്, ഈ രീതിയിൽ ഒന്ന് ഭീഷണി പോലെ പ്രശാന്ത് ശിവനെ തിരിച്ചടിക്കും, CPM-ന് ഈ സീപ്പർ സെല്ലുകളുണ്ട്, അവർ ഉടൻ തന്നെ രംഗത്തിറങ്ങും, പ്രശാന്ത് ശിവൻ അങ്ങ് തീർത്തു കളയുമെന്ന രീതിയിലുള്ള പ്രസ്താവനയുമായാണ് വരുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് അത് BJP ആയാലും അതോടൊപ്പം തന്നെ CPM ആയാലും വലിയ സംഘർഷത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോൾ ചത്ത കുതിരയായി കിടക്കുന്ന അത് കോൺഗ്രസിനായിരിക്കും വലിയ രീതിയിൽ ഗുണം ചെയ്യുക. കാരണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വോട്ട് ചോദിച്ചിറങ്ങാൻ ആളില്ല, ചുവരെഴുതാൻ ആളില്ല, പോസ്റ്റർ ഒട്ടിക്കാൻ ആളില്ല, ഫണ്ടുകൾ, തെരഞ്ഞെടുപ്പ് ഫണ്ടില്ല. നമ്മുടെ പ്രദേശങ്ങളിൽ തന്നെ പരിശോധിച്ച് നോക്കിയാൽ അറിയാം, CPM-ഉം BJP-യും വലിയ രീതിയിൽ പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ TV ചാനലുകളിൽ മാത്രമാണ് ശബരിനാഥിനെ പ്രഖ്യാപിക്കുന്നു, കൊച്ചി കോർപ്പറേഷനിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു, കൊല്ലത്ത് പിടിച്ചെടുക്കും, കണ്ണൂരിൽ മാറ്റം കൊണ്ടുവരും, കണ്ണൂരിൽ തുടരും, കോഴിക്കോടിൽ അത്ഭുതം സംഭവിക്കും എന്ന രീതിയിൽ നാം TV ചാനലുകളിൽ ഈ സണ്ണി ജോസഫിന്റെയും VD സതീശന്റെയും പ്രസ്താവനകൾ മാത്രം കാണുകയാണെങ്കിൽ ചില പ്രദേശങ്ങളിൽ ഒഴികെ മറ്റൊരു പ്രദേശങ്ങളിലും കോൺഗ്രസിന് സംഘടനാ സംവിധാനമില്ല, മറ്റു പ്രവർത്തിക്കാൻ ആളില്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത്. എന്തായാലും പ്രശാന്ത് ശിവൻ അനുകൂലമായൊരു സാഹചര്യം കേരളത്തിലുണ്ട്. പണ്ട് കാലങ്ങളിൽ ഏതെങ്കിലും നേതാവിനെ മർദ്ദിക്കുകയാണെങ്കിൽ ഈ മർദ്ദിക്കുന്ന നേതാവിനെ ഒറ്റപ്പെടുത്താനാണ് ശ്രമിക്കുക. പക്ഷെ ഇന്ന് കേരളം മുഴുവൻ പറയുന്നു ആർഷയ്ക്ക് ഇത് അർഹിച്ചതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.